തിരുവനന്തപുരത്തേക്ക് പോയാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 62ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആശാ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്ന് നടക്കുന്ന പൗരസാഗരത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിചേരും. ആശമാരുടെ കുടുംബങ്ങളും സമരമുഖത്തെത്തും. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഈ സംഗമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമോ? നേരത്തെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നമ്മൾ വലിയ രീതിയിൽ ആൾക്കൂട്ടമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നീട് സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഗേറ്റ് ഉപരോധിക്കാനായി ഒരുപാട് മനുഷ്യർ എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സമാനമായ ഒരു ആൾക്കൂട്ടം ഇന്നും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അരുൺ, കാരണം 2 മാസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് സമരപ്പടിക്കലാണ്. അപ്പോൾ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഇതുവരെയും ഒരു അനുകൂലമായ സമീപനം സ്വീകരിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളം ആശാവർക്കർമാർക്കൊപ്പമാണ് എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൗരസാഗരം എന്ന പരിപാടി നിലവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് പുലർച്ചെയോടുകൂടി തിരുവനന്തപുരത്ത് ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പല ജില്ലകളിലും കേരളത്തിലെ മുഴുനീളമുള്ള ജില്ലകളിൽ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിൽ കയറിയിറങ്ങി ക്യാമ്പയിൻ നടത്തി പരിപാടി വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മഴയൊക്കെ അവഗണിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആശാപ്രവർത്തകർ തലസ്ഥാന നഗരത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. മഴ ആണെങ്കിലും വെയിലാണെങ്കിലും അതൊന്നും തന്നെ കണക്കിലെടുക്കാതെയാണ് ഈ സമരം ഇത്രയും ദിവസം മുന്നോട്ട് പോയത്. കഴിഞ്ഞ 62 ദിവസമായി ഈ സമരം പിന്നിടുകയാണ്. ഏറ്റവും ഒടുവിൽ ആശാവർക്കർമാർ സർക്കാരിന് മുന്നിൽ അവരൊരു നിലപാടിൽ ഒരു മയപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. കാരണം 7000 രൂപ ഓണറേറിയമായിരിക്കുമ്പോൾ തന്നെ 21,000 രൂപയെ വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഏറ്റവും ഒടുവിൽ അത് 3000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സമരസമിതി നേതാവ് മിനി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ പൗരസാഗരമാണ്, സമൂഹത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരാണ് പിന്തുണ അർപ്പിച്ചെത്തുകയാണ്. ഇറോം ശർമ്മ അടക്കമുള്ളവർ ഇതിനോടകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു, എന്നിട്ടും അവഗണിച്ചുകൊണ്ട് ധാരാളം ആശാപ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഒരു അതിജീവന സമരം തന്നെയാണെന്നതിൻ്റെ തെളിവാണിത്. ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് പറഞ്ഞാൽ ഇത് കൂലി വർധന വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇതെന്തെങ്കിലും ഒരു പിടിവാശി നടത്തേണ്ടല്ല. പണിയെടുത്തിട്ട് കൂലി ചോദിക്കുമ്പോൾ കൂലി തരാതിരിക്കുന്ന, കൂലി നിഷേധിക്കുന്ന, അങ്ങനെ നിഷേധിച്ചുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്ന, അത് ചോദിക്കുന്ന ആളുകളെ അപഹസിക്കുന്ന അത്തരം ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണിത്. ഇത് നേടാതെ തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഈ മിനിമം കൂലിയെങ്കിലും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ് ഈ പൗരസാഗരം ഇവിടെ തെളിയിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനോടകം ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ലാത്ത രീതിയിലാണ് അവസാന ഘട്ടത്തിൽ പ്രസ് മീറ്റ് സംസാരിച്ചത്. അപ്പോൾ ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യത വഴി തെളിയുമോ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. കാരണം ഇതൊരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങൾ ഭരണാധികാരികളോട് നടത്തിയൊരു അഭ്യർത്ഥനയാണ്. ഞങ്ങൾ സർക്കാരിനെതിരെയല്ല സമരം ചെയ്യുന്നത്, സർക്കാരിൻ്റെ എന്തെങ്കിലും നയങ്ങൾക്കെതിരെയല്ല, മറിച്ച് കൂലി വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാരോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇനിയും ചർച്ച ചെയ്യണം. ഇനി ചർച്ച ചെയ്തില്ലെങ്കിലും ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാവുന്നുള്ളൂ. ഞങ്ങൾ വിഷയങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചിട്ടുണ്ട്, സർക്കാരിന് പ്രഖ്യാപിക്കാം. അതുകൊണ്ട് ചർച്ച ചെയ്തേ പ്രഖ്യാപിക്കാമെന്നൊരു നിർബന്ധമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ മിനിമം കൂലി, ഇപ്പോൾ ഞങ്ങളൊരു മിനിമം അറിയാം, ഒരു ദിവസം 100 രൂപയെങ്കിലും അടിയന്തരമായി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന മാസങ്ങളിൽ കൂട്ടിയാൽ മതി മിനിമം വേതനം. അപ്പോൾ അത്ര പോലും ചെയ്യാൻ മടി കാണിക്കേണ്ടുന്ന ഒരു ധാർഷ്ട്യവും ഇവിടെ വേണ്ട കാര്യമില്ല. സാഗരത്തിൽ എത്രത്തോളം ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണെന്ന് കാലാവസ്ഥയൊക്കെ കാണുന്നുണ്ട്. എന്താണെങ്കിലും വലിയൊരു വിഭാഗം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാറ ജോസഫ് അടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ? സാറ ജോസഫ്, ഡോക്ടർ ഖദീജ മുംതാസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, ഇറോം ശർമ്മ, മേധാ പട്കർ അടക്കമുള്ള ഇതിന് ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് പോലും നമുക്ക് പിന്തുണ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു സമരമായി മാറിയിരിക്കുകയാണ്. സ്ത്രീ തൊഴിലാളികൾ ഒരു കല്ല് പോലും വലിച്ചെറിയാതെ, ഒരു തരത്തിലുള്ള അക്രമവും കാണിക്കാതെ സഹന സമരമാണ്. അത് കണ്ടു, പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. ഈ സഹന സമരം തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. വിജയിക്കേണ്ടുന്നത് ഈ നാടിൻ്റെ ആവശ്യം കൂടിയാണ്. 3000 രൂപ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് അതിനോടൊന്ന് നോക്കാത്തത്? അത്തരത്തിലൊന്ന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ഞങ്ങൾക്ക് അതാണ് മനസ്സിലാകാത്തത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ തടസ്സമായി നിൽക്കുന്നത്? കാരണം ഇതിന് സാമ്പത്തിക പ്രതിസന്ധി പറയേണ്ട കാര്യമില്ല. അടിയന്തരമായ 3000 വർധന അതിനൊരു എന്തിനാണത്? കാരണം ഇവിടെ പുതിയ പുതിയ പദ്ധതികൾക്ക് വേണ്ടി ധാരാളം കോടികൾ മാറ്റിവെക്കുകയാണ്, നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു കേവലം എന്തോ ഒരു തടസ്സം ഇരിക്കുന്നു. ആ തടസ്സം തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ സംസാരത്തിന് അടക്കം അതൊരു പരോക്ഷമായിട്ടുള്ള സംസാരമായാലും സമരക്കാർ തന്നെയാണ് ഈ സമരം അവസാനിപ്പിക്കാത്തതിന് കാരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനർത്ഥം പല പ്രതിപക്ഷ സംഘടനകൾ, അതിൽ പ്രധാനമായും SUC അടക്കമുള്ള സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് സർക്കാരിന് ഇഷ്ടക്കേടുണ്ട്, അല്ലെങ്കിൽ അവർ അവമതിപ്പായി കാണുന്നു. തുടക്കത്തിൽ CPI അടക്കമുള്ള ബിനോയ് വിശ്വം അടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നൊരു ഘട്ടമുണ്ടായി.
ഇപ്പോൾ ആനി രാജ ഇപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. അതെ, ഞങ്ങളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ ആരുണ്ടോയെന്നല്ലല്ലോ നോക്കേണ്ടത്. ഏതൊരു സമരം ഉയർത്തുന്ന ഡിമാൻഡാണ് പരിഗണിക്കേണ്ടത്. അതിൽ എത്ര ആളുകളുണ്ടെന്നോ ആരുണ്ടെന്നുള്ളത് പരിഗണിക്കരുത്. മറിച്ച് അവരുയർത്തുന്ന ഡിമാൻഡുകൾ എത്രത്തോളം ന്യായമാണ്, അത് പൊതുസമൂഹത്തിന് വിരുദ്ധമാണോ അല്ലേ, ഇതൊക്കെ പരിശോധിക്കണം. ഇവിടെ 99.99% ആളുകളും ഈ സമരത്തോടൊപ്പമാണ്. മുഖ്യമന്ത്രി 1% എന്ന് പറഞ്ഞു, അങ്ങനെയല്ല. 99% സമരത്തോടൊപ്പം 1% മാത്രം സമരത്തിന് വിരുദ്ധം. CPM-ലെ വനിതാ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ സമരത്തിനുണ്ട്, അല്ലെങ്കിൽ അനുഭാവികൾ ഈ സമരരംഗത്തേക്ക് എത്തുന്നുണ്ട്. മുഴുവൻ ആളുകൾ എത്തുന്നുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ്. അതാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ പൗരസാഗരം ഇന്ന് 10:00 കൂടിയാണ് ഇപ്പോൾ ആരംഭിക്കുക. വലിയ ഒരു ജനസാഗരം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പൗരസാഗരമാണ്. സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 62 ദിവസമായിട്ട് ആശാവർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ നിരത്തിൽ സമരത്തിലാണ്. സർക്കാർ 3 മാസത്തെ ഒരു സമയം ചോദിക്കുന്നു, ഒരു പഠന സമിതി തീരുമാനിക്കുന്നു. അതിനോട് CITയും INTUCയും അനുകൂലിക്കുന്നു, SUC എന്ന സംഘടന മാത്രം വിയോജിക്കുന്നു. ഇതാണിപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നിന്നുള്ള കാഴ്ചകൾ. ഇറോം ശർമിള അടക്കം, സറ ജോസഫ് ടീച്ചർ അടക്കമുള്ളവർ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്.